ഹായ് ഹലോ, ഞാൻ നിംസ് നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവിനെ റിമൂവ് ചെയ്യുവാനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പേഴ്സണും ഇതുപോലെ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുവാനും നെഗറ്റീവിനെ റിമൂവ് ചെയ്യുവാനും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിക്കണം. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് മുന്നിൽ ഒത്തിരി തടസ്സങ്ങളുണ്ടാവാം. നമ്മളെ ഒത്തിരി പേര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ടാവാം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ. എന്നാൽ നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുവോ അപ്പോഴാണ് നമ്മുടെ വിജയം നമ്മുടെ കൈകളിൽ വരുന്നത്. നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്, എന്തെങ്കിലും തടസ്സം കാണുമ്പോൾ അയ്യോ ഇന്ന് പോകണ്ട, ചെയ്യണ്ട എന്നൊക്കെ വിചാരിക്കും. വേണ്ട, യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്ത് ചെയ്യണം. എന്നിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് എന്ത് ഉത്തരം തരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിക്കുമ്പോഴേ നല്ല ഉദ്ദേശത്തോടു കൂടി ആവണം. ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ അവരോട് സോറി പറയുക, മനസ്സുകൊണ്ടെങ്കിലും സോറി പറയുക. അതിനേക്കാളും വലുതായിട്ടൊന്നുമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയോ ചിലപ്പോൾ ദേഷ്യപ്പെടുക, എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്യുക. അപ്പം അത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല ചിലപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്നോട് ക്ഷമിക്കണം, ഞാൻ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് ഈ ലോകത്തിൽ അത്രമേൽ വിശ്വാസമുള്ളത് എൻ്റെ യൂണിവേഴ്സിലാണ് അല്ലേ. എല്ലാവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും. ചീറ്റിയില്ല നമുക്ക് എന്തുറപ്പ് ഇല്ല. നമ്മളായിട്ട് നയിക്കുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കൊരു വാക്കേ പറയുള്ളൂ, താങ്ക് യു, സോറി. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? സോറി പറയണം. എന്തെങ്കിലും കാര്യം നമുക്ക് ഒരു തടസ്സം വന്നാലും അതെന്തെങ്കിലും നന്മയ്ക്കാണെന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പുറപ്പെടുകയാണ്, ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം നേരിടാം. നമുക്കത് ഇന്ന് ചെയ്യണ്ട എന്ന് നമ്മുടെ മനസ്സ് പറയുകയാണെങ്കിൽ പിന്നെ ചെയ്യണ്ട. അത് യൂണിവേഴ്സിനോട് പറയുക, താങ്ക് യു യൂണിവേഴ്സ്. പിന്നീടാവും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇന്ന് പോയാൽ സാധിക്കില്ല, നിങ്ങൾ കുറേ അലയേണ്ടി വരുമായിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് പറയുകയാണെന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഹീലായി എല്ലാ വ്യക്തികളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക. നമുക്ക് പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ അങ്ങനെയുള്ള ഒരാൾക്കാരും നമുക്ക് ആവശ്യമില്ല അല്ലേ? ആവശ്യമുണ്ടോ? നമുക്ക് എങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആവശ്യം? നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതറിഞ്ഞ് നമുക്ക് വേണ്ടി ഒന്ന് സഹായിക്കുന്ന വ്യക്തികളെയല്ലേ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ആവശ്യം. അങ്ങനെയുള്ള നല്ല വ്യക്തികളെ നമ്മുടെ ലൈഫിലേക്ക് തരാനായിട്ട് നമ്മുടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അത്രേ വേണ്ടൂ. ഒത്തിരി സമ്പാദിച്ചിട്ട് എന്താ കാര്യം അല്ലേ? നമുക്ക് എന്ത് വേണം? നമ്മളെ മനസ്സിലാക്കുന്നൊരു പേഴ്സൺ, അത് നമ്മളെ മനസ്സിലാക്കുന്നൊരു ഫാമിലി, നമ്മളായിട്ട് കാണുന്ന ആളുകൾ, അങ്ങനെയൊരു ചുറ്റുപാടാണ് നമ്മുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ടാന്നേ. അപ്പോൾ അങ്ങനെയുള്ള നല്ല ആളുകളെ നമ്മളിലേക്ക് അട്രാക്റ്റ് ആകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നല്ല വ്യക്തികളെ എന്നിലേക്ക് ആകർഷിക്കുവാനായിട്ട് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യണം. നല്ല സുഹൃത്തുക്കളെ, നല്ല ഫാമിലി, നല്ല ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടു. ചീത്ത കൂട്ടുകെട്ടുകളോ ചീത്ത ആൾക്കാരോ ഒന്നും നമുക്ക് വേണ്ട. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് തോന്നുകയാണ്. ഒത്തിരി പേര് എന്തൊക്കെയോ മനസ്സിന് വിഷമം കൊണ്ടാവാം. അപ്പോൾ അങ്ങനെ ചീത്ത കൂട്ടുകെട്ടുകൾ അങ്ങനെയൊന്നും പോവാതെ
നല്ല മക്കളാവാനായിട്ട് പറയുന്നു. യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് തരുന്നത്. ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂഡ് ആയിട്ട് വരുന്ന റീഡിംഗ് ആണ്. ഇന്നൊരു നല്ല ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംതിങ് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് എന്തോ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ കുറച്ച് കാർഡ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് നമുക്കായിട്ട് സെലക്ട് ചെയ്ത് തന്ന കാർഡ്സാണത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോഴേ 2 ഓഫ് വാൻസ് കാർഡാണ്. 2 ഓഫ് വാൻസ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു പ്ലാനിങ്ങിലായിരുന്നു. ആ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി എനർജീസ് ഉണ്ട്. അത് സാധ്യമാക്കാൻ പോകാനായിട്ട് നിങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ കുറേ പേരൊക്കെ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾ ഒത്തിരി ചിന്തിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്, ഒരു പുതിയൊരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി തീരുമാനമൊക്കെ എടുത്ത് ഇരിക്കുന്നൊരു പേഴ്സൻ്റെ എനർജി. രണ്ടാമത്തെ കാർഡ് 3 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങി, നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം സാധ്യമാകാനായിട്ട് നിങ്ങൾ ഒരുങ്ങി, നിങ്ങൾ വഴിമധ്യയാണ്. നിങ്ങൾക്ക് സാധ്യതകൾ തുറന്നു തരാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് 2 സൈഡിലുമുണ്ട്. മനസ്സിലായോ? പോകുന്ന വഴിയിൽ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. അത് നേരിടാനായിട്ട് നിങ്ങളിപ്പോൾ പ്രാപ്തനാണ് അല്ലെങ്കിൽ പ്രാപ്തയാണ്. എന്തു തന്നെയായാലും എൻ്റെ കൂടെ എൻ്റെ യൂണിവേഴ്സ് ഉണ്ട്, ഉറപ്പാണ്. എൻ്റെ കൂടെ എൻ്റെ യൂണിവേഴ്സ് ഉണ്ടെന്ന വിശ്വാസത്തിലാണ് പോകുന്നത്. എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഞാൻ പോകുന്ന കാര്യം സാധിച്ചിട്ടേ ഞാൻ മടങ്ങി വരൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ട്. ഇതുവരെ നിങ്ങൾ ഒരു കാര്യം ചിലപ്പോൾ ചെയ്യണോ വേണ്ടയോ എന്നൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ പോകുന്നു അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രാവലിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പേഴ്സണിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഉറച്ച ദൃഢനിശ്ചയം എന്ന് പറയില്ലേ, തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്തത് സാധ്യമാക്കാൻ വേണ്ടി നിങ്ങളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് സെക്കൻഡ് കാർഡ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒത്തിരി പേര് ഇപ്പോൾ ട്രാവലിങ്ങിലായിരിക്കും. തേർഡ് കാർഡ് പറയുന്നത് 6 ഓഫ് സോർഡ്സ് കാർഡാണ്. നിങ്ങൾ യാത്രയിലാണ്. കുറേ പേരൊക്കെ യാത്രയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യാത്രയിലാണ്. യാത്ര എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം യാത്ര? അത് നിങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞ ഒരു ട്രാൻസിഷനാണ്, ഒരു മാറ്റമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു മാറ്റം, അത് നിങ്ങൾക്കുള്ള പുരോഗതി തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടോ അത് ശരിയായ വഴിയിൽ തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒത്തിരി പേര് ഹീലിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾ ആരോടൊക്കെയോ മാപ്പ് പറയാനുള്ളതൊക്കെ നിങ്ങൾ അവരോട് നേരിട്ട് പറഞ്ഞതിൽ മനസ്സുണ്ടെങ്കിലും പറയുന്നുണ്ട് സോറി എന്ന്. ആ യാത്ര പാസ്റ്റിനെ കുറിച്ച് കുറേയൊക്കെ ആലോചിച്ചിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരോ നിങ്ങളുടെ വഴിമധ്യേയുണ്ട്. നിങ്ങൾക്കത് ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ പോകുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യത്തിനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പേപ്പേഴ്സാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവാം. അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരിക്കാം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഇനി ഏഞ്ചൽ നേരിട്ട് വന്ന് തന്നെ നിങ്ങളെ അനുഗ്രഹിച്ചു നിങ്ങളുടെ കൂടെ ആരോ നമ്മളെ മുൻനിർത്തി നമ്മുടെ മുന്നിലൂടെ പോയി നമ്മളെ സഹായിക്കാനായിട്ടുണ്ടെന്നുള്ള ഒരു എനർജി ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസിനെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് ട്രാവൽ ചെയ്തോളാനാണ് യൂണിവേഴ്സ് പറയുന്നത്.
നിങ്ങൾ പോകുന്ന വഴിമധ്യേ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ആ തടസ്സം എന്ത് തന്നെ ആയാലും മാറും. അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമല്ല, അത് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യമാണ്. അവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും യൂണിവേഴ്സ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള പ്രവൃത്തി തന്നെയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഉള്ള നിങ്ങൾക്കുള്ള പുരോഗതി തന്നെയാണ്. യൂണിവേഴ്സ് ബ്ലസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെ, നിങ്ങളുടെ കൂടെ വന്നുകൊണ്ടാണ് അതിന് എന്താ പറയുക, വഴികാട്ടിയായി നിൽക്കവറിയില്ലേ നിൽക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സിൻ്റെ കാർഡ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1, 2, 3 കാർഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് അത് റെസിനേറ്റ് ആവാന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക കേട്ടോ. അടുത്തത് എന്താണെന്നറിയോ? നൈറ്റ് ഓഫ് സോർട്സ് കാർഡാണ്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റയാൾ പോരാട്ടം. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിക്ക് വേണ്ടി, ആ വ്യക്തിയുടെ ചുറ്റുമുള്ള അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു എനർജി. ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ സഹിക്കണമല്ലേ? അപ്പോൾ അതുപോലെ ഫാമിലിക്ക് വേണ്ടി ഉറച്ചൊരു തീരുമാനമെടുത്തിട്ടാണ്, എനിക്ക് ഫ്യൂച്ചറിലേക്ക് പുരോഗതി വേണം, എൻ്റെ ലൈഫിലേക്ക് കളിയാക്കിയവരുണ്ടാവാം, ഒറ്റപ്പെടുത്തിയവരുണ്ടാവാം, അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനായിട്ട് യൂണിവേഴ്സ് എന്നെ പ്രാപ്തനാക്കുന്നു അല്ലെങ്കിൽ പ്രാപ്തയാക്കുന്നു എന്ന ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഓട്ടം. മനസ്സിലായോ? അത് അത്രയും വേഗത്തിലാണ് നിങ്ങൾ ഓടുന്നത്. ഈ വർഷം തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കണം. ആരൊക്കെ എന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലാക്കിയോ, അത് ചില വ്യൂവേഴ്സിന് അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരാളെ. ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്വയം പ്രാപ്തനാവാനായിട്ട് നമുക്ക് സാധിച്ചത് ഈ ഒരു വ്യക്തിയാണ്. അതിന് അവരോട് താങ്ക് യു പറയാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ അവസ്ഥയിൽ നിന്നും ഞാൻ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും സാധിക്കുമെന്ന് തെളിയിക്കാൻ ആ വ്യക്തി ഒരു കാരണമായിട്ടുണ്ട്. താങ്ക് യു പറയൂ, യൂണിവേഴ്സിനോടും താങ്ക് യു പറയൂ കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് യൂണിവേഴ്സാണ്. യൂണിവേഴ്സ് പ്രവർത്തിച്ചാലേ അവിടെ എല്ലാ കാര്യവും സാധിക്കുള്ളൂ. മനസ്സിലായോ? ഇപ്പം 4 കാർഡിൻ്റെ ഒരു ഷോർട്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്കിളാണ്. ഇത് നൈറ്റ് ഓഫ് പെൻഡക്കിള് ഫ്യൂച്ചറിന് വേണ്ടിയുള്ള യാത്രയാണ് കാണിക്കുന്നത്. കരിയർ ആയിരിക്കാം, എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ നിങ്ങൾ യാത്രയിലാണ്, പുറത്തു പോകാനുള്ള പേപ്പേഴ്സ് ശരിയാക്കുന്ന തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന വ്യൂവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ആര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ മുന്നിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ട് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒറ്റയാൾ പോരാട്ടമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒത്തിരി പേരുണ്ടാവുമല്ലോ അവരുടെ മുന്നിൽ. ഫാമിലി ചിലപ്പോൾ പറയുന്നുണ്ടാവും, നീ എന്ത് നേടിയേ, ഇത്ര നാളായിട്ട് നീ എന്ത് നേടിയേ. അവരുടെ മുന്നിൽ അവർ നിങ്ങളെ ദേഷ്യപ്പെട്ടുകൊണ്ടല്ല കേട്ടോ അവർ പറയുന്നത്, അവർക്കുള്ളിൽ സങ്കടം ഉണ്ടാവും, നിങ്ങളൊന്നും ആയില്ലല്ലോ എന്ന്. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഞാൻ എന്തെങ്കിലും ആകണമെന്ന്, സാധിച്ചു കൊടുക്കണമെന്ന് ചിന്തയുള്ള വ്യൂവറാണ് നിങ്ങൾ അല്ലേ? നിങ്ങൾക്ക് സാധിക്കുന്നേ. അതിനാണ് അതേ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിള്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് നിങ്ങൾ യൂണിവേഴ്സിന് വിശ്വസിച്ചു കൊണ്ട് പോകണം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് എനിക്ക് തരാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന കാർഡ്സിലൂടെ എന്നെ വിശ്വസിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളവർ പോയാൽ മതി. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുന്നൊരു കാര്യം പറയില്ല. നിങ്ങൾക്ക് എങ്ങനെ പുരോഗതി ഉണ്ടാവും. ഞാൻ മെയിനായിട്ട് പറയുക എന്താ അറിയോ, നിങ്ങളൊന്ന് ഹീലാവണം, മറ്റുള്ളവരോട് ക്ഷമിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമുക്ക് എന്തൊക്കെ വന്നാലും അതൊന്ന് വന്നാൽ മതി, അവിടെ നമ്മൾ തകർന്നു പോവും. നമുക്ക് മുന്നിലുള്ള നന്മയുടെ ഒരു ലോകമാണ്, അത് മാത്രം മതി നമുക്ക്. നമ്മളെ സ്നേഹിക്കാൻ ഒത്തിരി പേര് അപ്പോൾ വരും.
നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയുക. എല്ലാവരും എല്ലാം തികഞ്ഞവർ അല്ലല്ലോ, ഞാനുൾപ്പെടെയുള്ള നിങ്ങളും. നമ്മളും തെറ്റ് വരാന്നേ. അപ്പം നമുക്ക് ഒരു ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്നത് സോറി, എനിക്ക് നീ അനുഗ്രഹങ്ങൾ തരുമോ എന്ന് ചോദിക്കാം. തരും. യൂണിവേഴ്സിനെ നമ്മൾ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നമ്മൾ അനുഗ്രഹിക്കുക? നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഇന്ന് ഈ ലോകത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടാണ്, അവിടെ നിന്നാണ് നമുക്ക് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ജീവിതം തന്നെ കിട്ടിയിരിക്കുന്നത് അല്ലേ? നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ടാവാം. ഒരാൾക്ക് നമ്മളെ കൊണ്ടൊരു കാര്യം സാധ്യമാക്കാനുണ്ടാവാം. അവർക്ക് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ജന്മം എന്ന് ആലോചിക്കൂ. നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ യൂണിവേഴ്സ് സൃഷ്ടിച്ചുള്ളത്. അതിലേക്കാണ് നമ്മുടെ പോരാട്ടം അല്ലേ? അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ സാധിക്കും ഇതൊക്കെ? മനസ്സിലായോ? അടുത്ത കാർഡ് പേജ് ഓഫ് വാൺസ് ആണ്. എന്താ പേജ് ഓഫ് വാൺസ് കാർഡ്? നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. അത് ഉത്സാഹത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത്. അത്രമേൽ ഉത്സാഹം. നിങ്ങൾ പ്രവർത്തിക്കുകയാണ്, എനിക്കിത് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സിൽ നിങ്ങൾ അത്രമേൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രമേൽ ഇനി വരും പോലെ വരട്ടെ എന്ന് ചിന്തിച്ച മനോഭാവത്തിൽ നിന്ന് യൂണിവേഴ്സ് എനിക്ക് സാധിച്ചു തരും എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾക്കായിട്ടുണ്ട്. ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ നല്ല ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നല്ലപോലെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ല ഉദ്ദേശത്തോടു കൂടി മാനിഫെസ്റ്റ് ചെയ്യൂ. രാവിലെ 3 മുതൽ 3:15 വരെയുള്ള സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന് ഉറപ്പാണ്. അത് നല്ല ചിന്തയോട് കൂടി വേണം കേട്ടോ. ഒരാളെ നശിപ്പിക്കാനോ ഒരാൾക്ക് ദോഷം വരുത്താനോ ഉള്ള ചിന്തയാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കി. അന്നത്തെ ദിവസം നിങ്ങൾ ആ സമയത്തേറ്റ് പ്രാർത്ഥിച്ചു നോക്കിയേ. നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഉണ്ടല്ലോ ഭയങ്കര എനർജി ആയിരിക്കും. എന്തും ചെയ്യാനായിട്ട് ഒരു തടസ്സം നമുക്ക് ബാധിക്കില്ല എന്നുള്ളൊരു ചിന്ത വരും. അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുകയുള്ളൂ, കുറയില്ല. എന്നെ വിശ്വസിക്കൂ. അടുത്ത കാർഡ് ഏസ് ഓഫ് സ്വാർഡ്സ് ആണ്. എന്താണ് ഏസ് ഓഫ് സ്വാർഡ്സ്? എന്താണ്? നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് വരുന്നു. ഒരു ക്ലാരിറ്റി തന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ എന്തിനാ ജനിച്ചേ? എന്താ എൻ്റെ ഒരു ലൈഫ് പേർപ്പസ്? അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വേൾഡിൽ. നീ ഇന്ന ആളാവും. നീ ഇത്ര പേർക്ക് വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കും. നിന്റെ ഫാമിലിയിൽ നിനക്ക് നല്ലൊരു സ്ഥാനം ഇതൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടണം എങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്വപ്നം സാധ്യമാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഐഡിയ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുന്നു. നിങ്ങൾ എന്ത് കാര്യമാണ് ചിന്തിക്കുന്നത് അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താവണം എന്ന് ആഗ്രഹിച്ചോ അതിലേക്കാണ് നിങ്ങളുടെ യാത്ര. ഒരു ട്രാവൽ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒത്തിരി ആലോചിച്ചിട്ട് ഒത്തിരി പേര് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരിപ്പോൾ ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്. മനസ്സിലായോ? പിന്നത്തെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. 8ാമത്തെ കാർഡ് ലവേഴ്സ് കാർഡാണ്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയൊക്കെ ആയിരിക്കാം. എന്നാൽ ഇതൊക്കെ വരുമ്പോൾ അതും അവിടെ എത്തും. അത് നിങ്ങളുടെ ഒരു കോണിലുണ്ട്, അതവിടെ ഇരുന്നോട്ടെ. അത് നിങ്ങളിലേക്ക് വരും, അത് എവിടേക്കും പോവില്ല. എന്നാൽ ഇക്കാര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മിണ്ടാതിരിക്കേ, അത് സാരമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് കാര്യമുണ്ട്. അതൊന്നും സാധിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ മിണ്ടാതിരിക്കുന്ന ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നാണ് പറയുന്നത്. അവർ നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ എങ്ങനെയാന്നൊക്കെ അറിയുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താ, നിങ്ങൾ അവരെ അടുത്തേക്ക് ചെല്ലുന്ന ആ സമയത്ത് നിങ്ങൾ ഒന്നുമല്ലാതെ ചെല്ലരുത്.
നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തൊരു പേഴ്സണായിട്ട് ചെല്ലണം. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്താ വേണ്ടത്? പ്രൗഡായിട്ട് തോന്നണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടുപേരും നിൽക്കുമ്പോൾ ഇന്നൊന്നുമില്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു ദിവസം ഉണ്ടല്ലോ, തല ഉയർത്തി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. മനസ്സിലായോ? നിങ്ങളെ അങ്ങനെ തളർത്താനായിട്ടല്ല യൂണിവേഴ്സ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നോക്ക് ഓൺ സിറ്റുവേഷൻ തന്നിട്ടുണ്ടാവുക. അതവിടെ ഉണ്ട് കേട്ടോ, അതെവിടേക്കും പോയിട്ടില്ല, നിങ്ങളിലേക്ക് വരും. ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾ അർഹിച്ച കാര്യം യൂണിവേഴ്സ് ബ്ലെസ്സിങ്ങോട് കൂടി നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്താണോ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അത് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ വളരെ കുറച്ച് കാലേ വേണ്ടൂ. ഈ വർഷം 2025 നിങ്ങൾക്കുള്ള വർഷമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, മാനിഫെസ്റ്റ് ചെയ്ത കാര്യം, അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, യൂണിവേഴ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ വർഷമാണ്. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സ്വപ്ന സാഫല്യം അതാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് കാർഡ് ഞാൻ എടുത്തു കാണിക്കുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണോ വേണ്ട പുരോഗതി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള പുരോഗതിയാണ് ഇവിടെ 7 വാൻസ് കണ്ടോ, നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങളിൽ നിന്ന് അത് പ്രവർത്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതൊരു പുരോഗതി തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചേക്കുള്ള നിങ്ങളുടെ പുരോഗതി. ആരൊക്കെ തളർത്തിയോ അവരുടെ മുന്നിലേക്ക് നെഞ്ചു വിരിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾ പോകുന്നു. ഈ വർഷം തന്നെ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവും. മറ്റുള്ളവരാൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിലാണോ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിലാണോ, നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തന്നെയാണ് തരാൻ പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നല്ലതെല്ലാം വരട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധ്യമാകട്ടെ. ഞാൻ പറയുന്ന പോലെ എല്ലാവരെയും ക്ഷമിക്കാനും എല്ലാവരോടും സോറി പറയാനും ശ്രമിക്കുക കേട്ടോ. ആരെയും വേദനിപ്പിക്കരുത്. പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കൂ. അവരുടെ പ്രാർത്ഥനയുണ്ടാവും നിങ്ങളുടെ കൂടെ. യൂണിവേഴ്സ് പറയുന്നത് വിശക്കുന്ന വയറിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് മതിയാവുന്നവരെ അവൻ കഴിക്കുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ? ഭക്ഷണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ തരുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലെങ്കിലും പ്രാർത്ഥിക്കും. ദൈവമേ, എനിക്ക് ഇന്ന് ഈ അന്നം തന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് നന്മ വരുത്തണമെന്ന് പ്രാർത്ഥിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കും. നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണം ഉണ്ടല്ലോ, അവരത്ര രുചിയോട് കൂടിയിട്ടാണ് കഴിക്കുക. അത് യൂണിവേഴ്സ് കാണും. ഞാൻ വേറൊന്നും പറയില്ല ചെയ്യാനായിട്ട്. വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കാനേ പറയുള്ളൂ. പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരോട് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളെ കുറ്റം പറയുന്നവരോട് നമ്മളൊന്നും ചെയ്യണ്ട. നമ്മൾ അവർക്ക് മുന്നിൽ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി. ദേഷ്യത്തോടെ അല്ല കേട്ടോ, നല്ലൊരു മനസ്സോട് കൂടി പുഞ്ചിരിക്കുക. യൂണിവേഴ്സ് അവർക്കുള്ള മറുപടി കൊടുത്തോളും. കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് കേട്ടോ എന്നെ മുന്നോട്ട് നയിക്കണത്. എന്നാൽ എനിക്ക് കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.